നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എറണാകുളത്തെ മൂലമ്പള്ളിയിൽ നിന്ന് നമ്മൾ പിഴല വഴി നേരെ ചാത്തനാടേക്ക് പോകുന്ന കടമക്കുടി റൂട്ടിലൂടെ ചാത്തനാടേക്ക് പോകുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം മൂലംകുടിയിലുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ബ്രിഡ്ജാണ്. ഒരുപാട് ഫിലിംസൊക്കെ ഇവിടെ ഈ സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ വഴിയിലൂടെയാണ് നേരെ പിഴലിലേക്ക് കയറുന്നത്. ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് ആണിത്. നല്ല മനോഹരമായിട്ടുള്ള കായലിൻ്റെ കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ബ്രിഡ്ജ് നേരെ ചെന്നെത്തുന്നത് നമ്മുടെ പിഴലയിലുള്ള ജങ്കാറിൻ്റെ ഒരു പോയിന്റിലാണ്. അപ്പോൾ ജങ്കാർ കയറിയാണ് നമ്മൾ അപ്പുറത്തെ കടമക്കുടിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ പിഴലിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പായിട്ടുള്ള ആ സ്ഥലത്ത് ഒരുപാട് തരത്തിലുള്ള ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടുന്ന് യാത്ര ചെയ്ത് നമ്മുടെ പിഴലിലുള്ള ബോട്ട് ജെട്ടി അവിടുത്തെ ജങ്കാറിൻ്റെ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ജങ്കാർ വരികയാണ്. നമ്മളിതിലാണ് വണ്ടി കയറ്റി അപ്പുറത്തേക്ക് പോകാൻ പോകുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ മൂലമ്പള്ളിയിൽ നിന്ന് പിഴലയിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട്, പിഴലയിൽ നിന്ന് കടമക്കുടിയെ കണക്ട് ചെയ്തുകൊണ്ട്, മൂലമ്പള്ളി അല്ല പിഴലയിൽ നിന്ന് കടമക്കുടിയെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജ് വരുന്നതൊക്കെ പറയുകയുണ്ടായി. പക്ഷേ റോഡുകളൊക്കെ വളരെ ചെറുതാണ്. വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. ഒരു വണ്ടിക്ക് കറക്റ്റായിട്ട് പോകാം, കാറിനൊക്കെ പോകാവുന്ന തരത്തിലുള്ള ചെറിയ റോഡുകളാണ് ഇവിടെ ഉള്ളത്. ഈ ജങ്കാർ അതുപോലെ രണ്ട് വള്ളത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ജങ്കാറാണ്. ഈ ജങ്കാറിലാണ് നമ്മുടെ വണ്ടി കയറ്റി കൊണ്ടുപോകുന്നത്. സുഖമായിട്ട് വണ്ടി ഒരു കാറും പിന്നെ ഒരു 2, 3, 4 ബൈക്കും ഒക്കെ കയറ്റി കൊണ്ടുപോകാവുന്ന രീതിയിലുള്ള ഒരു ജങ്കാറാണിത്. അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴുള്ള കാഴ്ച വളരെ മനോഹരമാണ്. നേരെ ഒരു ആംബുലൻസ്, അതായത് നമ്മുടെ ഈ ബോട്ട് ആംബുലൻസില്ലേ, അതുകൊണ്ട് നേരെ കാണുന്നത് അതാണ്. ഇവിടുന്ന് വണ്ടി നമ്മൾ എടുത്തിരിക്കുകയാണ്. ജങ്കാർ എടുത്തിരിക്കുകയാണ്. ജങ്കാർ അടുത്ത സൈഡിലേക്ക് നേരെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ എത്തിച്ചേരുന്ന സ്ഥലം എന്ന് പറയുന്നത് കടമക്കുടിയാണ്. ആ പോകുന്ന വഴിയിൽ എല്ലാം ഒരുപാട് ചീനവലകളൊക്കെ നമുക്ക് കാണാനുണ്ട്. തന്നെ കേട്ടോ, നല്ല മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ചീനവലകളുടെ കാഴ്ച. നമ്മൾ ഏതാണ്ട് ഇവിടുന്ന് ക്രോസ് ചെയ്ത് നേരെ വണ്ടി അങ്ങ് കടമക്കുടിയുടെ ആ ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. ശരിക്കും ഒരു പാലം വന്നു കഴിഞ്ഞാൽ എത്ര എളുപ്പം ആളുകൾക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുന്നത് ഇവിടുന്ന്. പക്ഷെ വിഷയം എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള റോഡ്, അവിടെ ഇവർ എത്തിച്ചേരുന്ന റോഡ് വളരെ നാരോ ആയിട്ടുള്ള റോഡാണ്. ഒരു വണ്ടി കഷ്ടിച്ച് ഒക്കെ കൊണ്ടുപോകാൻ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ചെറിയ റോഡുകളാണ്. അത് ചെറിയ റോഡുകളാണ്. അത്യാവശ്യമായിട്ട് വണ്ടിയെ കൊണ്ടുപോകാം, കാറൊക്കെ അത്യാവശ്യം കൊണ്ടുപോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ സൂക്ഷിച്ച് ഓടിക്കുക. കാരണം ഒരു വണ്ടി എതിരെ വന്നു കഴിഞ്ഞാലൊക്കെ ചിലപ്പം പ്രശ്നങ്ങളുണ്ടാകും. ഇവിടുത്തെ ഈ ഒരു വ്യൂവും അതിൻ്റെ ഒരു ഭംഗി, നമ്മളിപ്പോൾ ചെന്ന് നേരെ കടമക്കുടിയുടെ സൈഡിലേക്ക് വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കടമക്കുടിയുടെ ആ ഒരു ഏരിയയിലുള്ള കാഴ്ചയാണ് ഇത് കാണുന്നത്. കടമക്കുടിയുടെ ആ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് നേരെ ചെന്ന് കയറും ഈ റോഡ്, ആ മെയിൻ റോഡിലേക്ക്. അതായത് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു എറണാകുളം പറവൂർ റോഡിൽ നിന്ന് കടമക്കുടിയിലേക്ക് വരുന്ന ആ ഒരു റോഡിലേക്ക് ഇത് നേരെ ചെന്ന് ഈ റോഡങ്ങ് ചെന്ന് കയറുന്നുണ്ട്. അപ്പോൾ അതുവരെ പോകുന്ന ഒരു ചെറിയൊരു ബൈ റോഡാണ്. അപ്പോൾ ആ റോഡിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും വളരെയധികം ടൂറിസ്റ്റ് പൊട്ടൻഷ്യലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കെ പറ്റാവുന്ന ഒരു സ്ഥലമാണിത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെയൊക്കെ ചെയ്ത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാൻ പറ്റുന്ന, ഇപ്പം തന്നെ ഒരുപാട് പേര് വരുന്നുണ്ട്. ഫാം ടൂറിസവും അതുപോലെ തന്നെ ബോട്ടിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു സൈഡിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ കായലിൻ്റെ ആ ഒരു ഏരിയയൊക്കെയാണ് കാണുന്നുണ്ടോ. ഇവിടെയെല്ലാം ഈ സൈഡിൽ കായലിൻ്റെ ഏരിയ എല്ലാം കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് വാട്ടർ ആക്ടിവിറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ഥലത്ത് ചെയ്യാം. നമ്മളിപ്പം കടമക്കുടി റോഡിൽ ചെന്ന് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ആ റോഡിൽ കൂടെയാണ് പോകുന്നത്. ഇത് ഒരുപാട് വീഡിയോസിൽ, ഒരുപാട് യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഏരിയയാണിത്. നല്ല മനോഹരമായിട്ടുള്ള കടമക്കുടിയുടെ ഭംഗിയുള്ള ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. നേരെ കടമക്കുടിയിലേക്ക് ഉള്ള യാത്രയാണിത്. വിടാലയിൽ നിന്ന് കട്ട് ചെയ്ത് വന്ന് കയറിയിട്ട് കടമക്കുടിയിലേക്ക് പോകുന്ന യാത്രയാണിത്. ഈ യാത്രയിൽ രണ്ട് സൈഡിൽ മനോഹരമായിട്ടുള്ള ആ ഒരു വെള്ളവും അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല ബോട്ടിങ്ങിൻ്റെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടൽ കാടുകളിലേക്കുള്ള ബോട്ട് സർവീസ് പാക്കേജും ഒക്കെ കാണാം. പിന്നെ കടമക്കുടിയിൽ തന്നെ ഒരുപാട് ചെറിയ ഹോട്ടലുകളും ഫുഡിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ നമ്മൾ വന്ന സമയത്ത് ഈ ചെറിയ ഷോപ്പുകളൊക്കെ പലതും ക്ലോസ്ഡ് ആയിരുന്നു. നല്ല
രസകരമായിട്ടുള്ളൊരു സ്ഥലമാണ് കടമക്കുടി. കാണാനും എൻ്റെ ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കടമക്കുടി എന്ന് പറയുന്നത്. ഇത്തിരി നല്ലൊരു പൊട്ടൻഷ്യലുള്ളൊരു ഭാവിയിലെ പൊട്ടൻഷ്യലുള്ളൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ കടമക്കുടിയും ചാത്രാടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഈ റോഡിൽ ഒരു പുതിയ പാലം ഇപ്പോൾ പണിതിട്ടുണ്ട്. അതിൻ്റെ പാലത്തിൻ്റെ അവിടെ എത്തി. ഈ അടുത്ത കാലം വരെ ഈ പാലത്തിന് കയറാനുള്ള പെർമിഷൻ ഒന്നുമില്ലായിരുന്നു. ഞാൻ പല വീഡിയോസും കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഇതിൻ്റെ എൻട്രിയിൽ വരെ പോയി നിൽക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് ആ പാലത്തിൽ കൂടെ ചാത്രാടിലേക്ക് പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഈ അടുത്ത് ആണ് ഈ പാലം ഓപ്പണായി വന്നേക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. പാലം ഓപ്പണായിട്ടുണ്ട്. അതിൻ്റെ അപ്രോച്ച് റോഡും കാര്യങ്ങളും ഒക്കെ കടമക്കുടിയിൽ ഈ പാലം വരെ എത്തുന്ന റോഡൊന്നും അത്ര നല്ല റോഡല്ല. അതൊക്കെ നന്നാക്കിയിരുന്നെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നല്ല മനോഹരമായിട്ടൊരു പാലമാണിത്. പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത് കാണുന്നത്. ശരിക്കും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല, എന്നാലും നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഓപ്പണാക്കി വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഈ അടുത്ത കാലം വരെ 2 സൈഡും തടയുകയും അതിന് നടുക്കെല്ലാം ബ്ലോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരുപാട് യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പോകുന്ന സമയം നമുക്കിത് കാണാൻ പറ്റി. ഈ പാലത്തിൻ്റെ ഓപ്പണായിരുന്നു. അതിൻ്റെ ആ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഇതാണ് കടമക്കുടി നിന്ന് ചാത്രാടേക്ക് പോകുന്ന ആ ഒരു റോഡിലെ പാലം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പാലത്തിൽ നിന്ന് വീണ്ടും ചാത്രാട് സൈഡിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചാത്രാടിൻ്റെ ഒരു ഏരിയയിലേക്ക് വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതുവഴി നമുക്ക് നേരെ പറവൂരേക്കൊക്കെ കയറാം. നമുക്ക് അതുപോലെ തന്നെ ചെറായി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലൊക്കെ പോകാൻ പറ്റുന്നതാണ്. ഈ ഒരു പോയിൻ്റ് വരെയൊക്കെ പ്രൈവറ്റ് ബസ് സർവീസ് പറവൂരുന്നുണ്ട്. ബസ് വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട്. ചെറിയ ബസ്സുകളാണ് വരുന്നത്. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം പലപ്പോഴും പല വണ്ടികളൊക്കെ വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു എന്താ പറയുക, ഈ പ്രധാനപ്പെട്ട 3 ഏരിയയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു റോഡ് സംവിധാനവും അതുപോലെ തന്നെ ബോട്ടിംഗ് സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ടൂറിസത്തിന് നല്ലതായിരിക്കും. തൻ്റെ ബസ് കണ്ടോ വരുന്ന ഒരു ബസ്, ഇത് ചാത്രാട് വരെയൊക്കെ പോകുന്ന ബസ്സുകളാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന KSRTC ഉണ്ട്, പ്രൈവറ്റ് ബസ്സും ഒക്കെ ഉണ്ട്. പണ്ട് ഈ സ്ഥലത്ത് ഈ റൂട്ടിൽ തന്നെ ഒരു സ്ഥലത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുട്ടും പരിപ്പും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ട ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ എവിടെയാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാത്രയിൽ വന്നിട്ടുണ്ട് ഇവിടെ കഴിക്കാൻ വേണ്ടി. അന്ന് ഈ നമ്മളിപ്പോൾ പാലം കയറി വന്ന സ്ഥലത്ത് ജങ്കാർ ആയിരുന്നുണ്ടായത്. ജങ്കാർ കയറിയാണ് വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ യാത്രയുടെ ഒരു സന്തോഷം. നമ്മളിപ്പം യാത്ര ചെയ്ത് ചാത്രാട് എത്തിയിരിക്കുകയാണ്. ഒരു മൂലമ്പള്ളിയിൽ നിന്ന് ചാത്രാട് വരെ ഒരു പുതിയ റൂട്ടിലൂടെയുള്ളൊരു യാത്രയുടെ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. തൽക്കാലത്തേക്ക് വീഡിയോ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.